നമസ്തേ സർ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്തേ സർ. നമസ്തേ. ഓം ശ്രീ സദ്ഗുരു ചരണാരവിന്ദാഭ്യാം നമഃ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സമസ്ത ആചാര്യമണ്ഡലിക്കും ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. കഴിഞ്ഞ ദിവസം നാം തൈത്തിരീയ ഉപനിഷത്തിലെ 2-ാം അധ്യായം 6-ാം അനുവാകത്തിലുള്ള അസന്നേവ സ ഭവതി എന്ന് തുടങ്ങുന്ന ആ വരികൾക്കുള്ള അർത്ഥം നാം സാമാന്യമായി അനുസന്ധാനം ചെയ്തു. ഒരിക്കൽ കൂടി അത് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഓർമ്മയിലേക്ക് അത് നമുക്ക് കൊണ്ടുവരാം. അസന്നേവ സ ഭവതി ബ്രഹ്മ അസത് ബ്രഹ്മേതി വേദ ചേത്. അസന്നേവ സ ഭവതി അസത് ബ്രഹ്മേതി വേദ ചേത്. ബ്രഹ്മം അസത്, അസത്താകുന്നു, ബ്രഹ്മമില്ല ഇതി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സഹ അവൻ അസൻ ഏവ ഭവതി, അവൻ അസത്തായിട്ട് തന്നെ ഭവിക്കുന്നു. കാരണം താൻ തന്നെ നിഷേധിക്കുന്നു എന്നർത്ഥം. കാരണം ഉപനിഷത്തുക്കളുടെ പരമമായ താത്പര്യം നമ്മെ തന്നെ നാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആത്മസ്വരൂപമായി നാം മനസ്സിലാക്കുക. ഉപാധികളൊന്നുമില്ലാത്ത കേവല സ്വരൂപമായ, ആനന്ദസ്വരൂപമായ, സത്യസ്വരൂപമായ, ജ്ഞാനസ്വരൂപമായ ആത്മാവായി തന്നെ നാം നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉപനിഷത്തുക്കളുടെ പരമമായ താത്പര്യം. അങ്ങനെ അസത് ബ്രഹ്മ എന്ന് പറയുന്നവൻ തന്നെ നിഷേധിക്കുന്നു എന്നാണ് അതിൻ്റെ പൊരുൾ. അസന്നേവ സ ഭവതി അസത് ബ്രഹ്മേതി വേദ ചേത്. അസത് ബ്രഹ്മ എന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ, അവൻ അറിയുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സഹ അസത്ത്, അവൻ അസത്തായിട്ട് തന്നെ ഭവിക്കുന്നു. ഇനി അസ്തി ബ്രഹ്മേതി ചേത് വേദ സന്തമേനം തതോ വിദുരുതി. അസ്തി ബ്രഹ്മേതി ചേത് വേദ, എന്നാൽ ബ്രഹ്മം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ, ബ്രഹ്മ അസ്തി ഇതി വേദ ചേത്, ബ്രഹ്മം ഉണ്ടെന്ന് അറിയുന്നു എങ്കിൽ, അതിനാൽ ഏനം സന്തം വിദുഹു, അവനെ, ആ വ്യക്തിയെ സത്ത് എന്ന് ആരാ പറയുന്നത്? സത്തുക്കൾ, സാധുക്കൾ അറിയുന്നു. എന്നിട്ട് ആ പറഞ്ഞ ശാരീര ആത്മ ഏഷ ആനന്ദമയ എന്ന് പറഞ്ഞ ആ ആനന്ദമയമായ ആത്മാവ്, അത് അമുഖ്യമായ ആത്മാവാണ്, ആത്മസ്ഥാനത്തിലുള്ളതാണ്. താത്കാലികമായി അതിനെ ആത്മാവായി അറിയുന്നവൻ ശാരീര ആത്മാ യഃ പൂർവസ്യ, മുമ്പ് പറഞ്ഞ വിജ്ഞാനമയൻ, ആ വിജ്ഞാനമയന് ഈ ആനന്ദമയൻ തന്നെയാണ് ശരീരമായിട്ടുള്ളത്. അതായത് വിജ്ഞാനമയമായ ശരീരത്തിൽ ആത്മാവായിട്ടുള്ളവൻ ആനന്ദമയനാണ് എന്നർത്ഥം. ഇങ്ങനെ പഞ്ചകോശങ്ങളും ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ടൊരു ചോദ്യം ഉണ്ടാകുന്നു. അഥാതോ അനുപ്രശ്നാഹ എന്ന്. ഇവിടെയാണ് ആചാര്യൻ പറഞ്ഞതിനെ കുറിച്ച്
ശ്രോതാവായ ശിഷ്യന് തുടർന്നുള്ള പ്രശ്നങ്ങൾ, തുടർന്നുള്ള സംശയങ്ങൾ ആരംഭിക്കുന്നത്. എന്താ? അഥാതോ അനുപ്രശ്നാഃ ഉത അവിദ്വാനമും ലോകം പ്രേത്യ കശ്ചന ഗച്ഛതി. ആഹോ വിദ്വാനമും ലോക്യ പ്രേത്യ കശ്ചിത് സമശ്നുത എന്ന്. ഇപ്പോ അവിദ്വാൻ കശ്ചന പ്രേത്യ, അതായത് ബ്രഹ്മത്തെ അറിയാത്തവൻ, ബ്രഹ്മമില്ലെന്ന് പറയുന്നവൻ ആയിക്കോട്ടെ, ബ്രഹ്മത്തെ അറിയാത്തവൻ പ്രേത്യ വിടന്നു പോയിട്ട്, അതായത് മരിച്ചിട്ട്, അമും ലോകം ആ ലോകത്തേക്ക്, പരമാത്മാവിനെ ഉദ്ഗച്ഛതി ഗമിക്കുന്നുവോ, പ്രാപിക്കുന്നുവോ. ഇനി ആഹോ അതല്ലെങ്കിൽ വിദ്വാനമും ലോക്യ ലോകം പ്രേത്യ കശ്ചിത് സമശ്നുത, വിദ്വാനായ ഒരാൾ, അതായത് ബ്രഹ്മം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ ബ്രഹ്മവിത്തായ ഒരുവൻ, പ്രേത്യ അമും ലോകം പരമാത്മാവിനെ ഉതാഹോ സമശ്നുതേ പ്രാപിക്കുന്നുവോ എന്ന്. ഇവിടെയാണ് വാസ്തവത്തിൽ ഈ സൃഷ്ടിയെക്കുറിച്ചും ആത്മാവിങ്ങനെ നാനാത്വം, ആത്മനാനാത്വം, ജീവാത്മാക്കൾ അനേകമായി പ്രവിഭക്തമാകുന്നു, പ്രത്യേകം പ്രത്യേകം ആത്മാവായി പിരിയുന്നത് എങ്ങനെയാണ് എന്ന് ഉള്ള ആ ഒരു സൃഷ്ടി, അതിനെക്കുറിച്ച് ഇവിടെ വർണ്ണിക്കുകയാണ്. സോ അകാമയത, ആ ആത്മാവ് ഇങ്ങനെ തീരുമാനിച്ചു. എങ്ങനെ? അഹം ബഹുസ്യാം പ്രജായേതി ഇതി അകാമയത. അഹം പ്രജായേയ, എനിക്ക് ജനിക്കണം. എങ്ങനെ? അഹം ബഹുസ്യാം, എനിക്ക് പലതായിത്തീരണം എന്ന്. ഇതി അകാമയത, കാമയതൃത്വം, ആഗ്രഹിച്ചു എന്നാണ്, ചിന്തിച്ചു. എന്നിട്ടോ സതപോ അതപ്യത, ആ ആത്മാവ് തപസ്സിനെ തപിച്ചു എന്ന് വെച്ചാൽ തപസ് ചെയ്തു എന്നർത്ഥം. എങ്ങനെയാ തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യസ്യ ജ്ഞാനമയം തപഃ. മറ്റുള്ളവർക്കൊക്കെ തപസ് എന്ന് പറയുന്നത് ശരീരക്ലേശം, മനക്ലേശം തുടങ്ങിയ പല തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് പിന്നെ തപസ് എന്നത് വരുന്നത്. ശാരീരിക ക്ലേശം, ശരീരത്തിനെ ക്ലേശിപ്പിക്കുക എന്നുള്ളതും തപസ്സിന്റെ ഒരു ഭാഗമാണ്. ഇപ്പോ സാധാരണ പറയാറുണ്ട്, ഏകാദശി ഉപവാസം എന്ന് പറയുന്നതും ഒരുതരം തപസ്സാണ്. ഏകാദശി ഉപവാസം ഒരു തപസ്. കൃച്ഛ്ര ആചരണങ്ങൾ, പലതരത്തിലുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളുണ്ട്. ആ സന്ദർഭത്തിലെല്ലാം തന്നെ അനശനം, ഭക്ഷണമില്ലാതെ വേണം ഈ കാര്യങ്ങളൊക്കെ നടത്തുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പലതരത്തിലുള്ള തപശ്ചരണങ്ങൾ കാണാറുണ്ട്. പുരാണങ്ങളിലൊക്കെ പ്രസിദ്ധമായി പറയാറുണ്ട്, മഹർഷിമാരെല്ലാം തപസ് ചെയ്തു, ദേവന്മാർ തപസ് ചെയ്തു, അസുരന്മാർ തപസ് ചെയ്തു എന്നൊക്കെ. പക്ഷെ ഇവിടെ ബ്രഹ്മത്തെ തപസ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ ചിന്ത മാത്രമാണ്. യസ്യ ജ്ഞാനമയം തപഃ എന്ന പ്രമാണങ്ങൾ ഉണ്ട്, പിന്നീട് പറയുന്നുണ്ട്. അങ്ങനെ ജ്ഞാനം, അങ്ങനെ ചിന്തിച്ചു, അത് തപസ്സാണ്. സതപോ തപ്യത, സതപസ്തപ്ത്വ, അങ്ങനെ ആ ആത്മാവ് തപഃ തപ്ത്വ, തപസ് ചെയ്തിട്ട് ഇതം സർവം അസൃജിത യദിദം കിഞ്ച, യദിദം കിഞ്ച, ഈ ജഗത്ത് എന്തെല്ലാമാണോ കാണുന്നത്, നാനാത്വം കാണുന്നുണ്ടല്ലോ, പ്രപഞ്ചം, നക്ഷത്രങ്ങൾ, നക്ഷത്രമണ്ഡലം, സൗരയൂഥങ്ങൾ, ഗ്രഹങ്ങൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ തുടങ്ങി ചരാചര വസ്തുക്കൾ എല്ലാം, പശുപക്ഷി മൃഗാദികൾ, മനുഷ്യൻ, ദേവഗണം, അസുരഗണം, ദൈത്യ ദാനവന്മാർ തുടങ്ങി സമസ്ത പ്രപഞ്ചത്തിലെയും ജീവരാശികളും അതുപോലെ അക്ഷരങ്ങളും എല്ലാം തന്നെ സൃഷ്ടിച്ചു. കാണുന്നത് എന്തെല്ലാമാണോ, ഇതം സർവം അസൃജത, സർവം എന്ന് പറഞ്ഞാൽ പിന്നെ അതിലെല്ലാം ഉൾപ്പെടും, അതിൽ നിന്നും ഭിന്നമായി യാതൊന്നുമില്ല. എന്നിട്ടോ തത് സൃഷ്ടുവാ, അങ്ങനെ ഉള്ള ഈ ജഗത്തിനെ സൃഷ്ടിച്ചിട്ട് തദേവ അനുപ്രാവിശത്, അതിൽ തന്നെ പ്രവേശിച്ചു. തൻ്റെ ചൈതന്യം എല്ലാ വസ്തുതകളിലേക്കും ആക്കി മാറ്റി. ചൈതന്യം അനുപ്രവേശം. എന്നിട്ടോ
തത് അനുപ്രവിശ്യ എല്ലാ കാര്യവസ്തുക്കളിലും പ്രവേശിച്ചിട്ട് തദനുപ്രവിശ്യ സത്യച്ഛ ഭവത്. അത് സത്ത് ച സത്തായ വസ്തുക്കൾ, അതായത് മൂർത്തമായ വസ്തുക്കൾ, ആകാശാദികൾ, ത്യച്ഛ അമൂർത്തമായിട്ടുള്ള വസ്തുക്കളുമായും അവ അഭവത്ത് ഭവിച്ചു. സച്ച സത് ച ത്യത് ച സച്ച ത്യച്ഛ അഭവത്. സത് ച സച്ച ത്യത് ച ത്യച്ഛ ത്യച്ഛ അഭവത്. നിരുക്തം ച അനിരുക്തം ച. ഈ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം എങ്ങനെയായി? നിരുക്തമായും, അതായത് നിർവചിക്കപ്പെട്ടിട്ടുള്ളതായും അതുപോലെ തന്നെ നിർവചിക്കപ്പെടാത്തതായും. നിലയനം ച അനിലയനം ച. ആശ്രയമായും ആശ്രയം അല്ലാത്തതായും. വിജ്ഞാനം ച അവിജ്ഞാനം ച. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ചേതനം, ചേതനമായ വസ്തുക്കളായും അചേതനമായും. വിജ്ഞാനം ച അവിജ്ഞാനം ച. സത്യം ച അനൃതം ച. മാത്രമല്ല സത്യവും അനൃതമായും സത്യമല്ലാത്തതായും. ആരാണ് വാസ്തവത്തിൽ സത്? സത്യം ച അനൃതം ച സത്യം അഭവത്. ഈ സത്യമാണ് ഇങ്ങനെയെല്ലാം പലതായി, സദ്വസ്തുവായ ബ്രഹ്മം പലതായി ഭവിച്ചു എന്ന്. യദിദം കിഞ്ച തത് സത്യമിത്യാചക്ഷതേ. ഏതെന്നാണോ ഇതെല്ലാം, ഈ കാണപ്പെടുന്നത് എല്ലാം, ദൃശ്യമാവുന്നത് എല്ലാം, അതിനെ സത്യം ആചക്ഷത്തെ ബ്രഹ്മവിത്തുക്കൾ സത്യം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ സദ്വസ്തുവിൽ നിന്നും ഉണ്ടായതാണ് എന്ന് പറയുന്നു. തദപ്യേഷ ശ്ലോകോ ഭവതി. ഇക്കാര്യത്തിലും ഈ അർത്ഥത്തിലും ശ്ലോകമുണ്ടെന്ന് പിന്നീട് വ്യക്തമാക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ബ്രഹ്മം ഇല്ലെന്ന് വിചാരിക്കുന്നവൻ ഇല്ലാത്തവനെ പോലെ ആയിപ്പോയി എന്നർത്ഥം. അസത്. കാരണം എന്താ? അവന് പുരുഷാർത്ഥ സംബന്ധമില്ല എന്ന് ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ വിവരിക്കുന്നു. അസന്നേവ അസത്സമയേവ യഥാ അസൻ അപുരുഷാർത്ഥ സംബന്ധി ഏവം സഭവതി. അപുരുഷാർത്ഥ സംബന്ധി കോ അസൗ യഹ അസത് അവിദ്യമാനം ബ്രഹ്മേതി വേദ വിജാനാതി ചേദ്യതി. അതായത് ഈ ബ്രഹ്മം ഇല്ല എന്ന് വിചാരിക്കുന്നവൻ, ബ്രഹ്മം ഇല്ലാത്തതാണ് എന്ന് വിചാരിക്കവൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിഷേധിക്കുമ്പോൾ പിന്നെ പുരുഷാർത്ഥ സംബന്ധം, പുരുഷാർത്ഥങ്ങൾ, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾ, അങ്ങനെയുള്ള പുരുഷാർത്ഥങ്ങളുമായി പിന്നെ അയാൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകുന്നതല്ല. എന്നിട്ട് തദ്വിപര്യേണ, അതിന് വിരുദ്ധമായി ബ്രഹ്മം ഉണ്ടെന്ന് അംഗീകരിക്കുന്നവൻ, ബ്രഹ്മം ഉണ്ടെന്ന് പറയുന്നവൻ, സഹ യത് സർവവികൽപ ആസ്പദം സർവപ്രവൃത്തി ബീജം സർവവിശേഷ പ്രത്യസ്തമിതമപി അസ്തി തദ് ബ്രഹ്മ ഇതി വേദചേത് ഉതഃ പുനരാശങ്ക തന്നാസ്തിത്വേ. ശ്രദ്ധിക്കുക, ആ ബ്രഹ്മത്തെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തതിനെ നമ്മൾ വാക്കുകൾ കൊണ്ട് അതിനെ ഇന്ന രീതിയിലായിരിക്കാം എന്ന് പറയുന്നു. യത് സർവവികൽപ ആസ്പദം, വികൽപ്പങ്ങൾക്കും ആസ്പദമായിട്ടുള്ളതാണ്, സർവവിധത്തിലുള്ള വിശേഷ വൈശിഷ്ട്യങ്ങൾക്കും ആസ്പദമായിട്ടുള്ളതാണ് വികൽപ്പങ്ങൾ, കാണുന്ന നാനാത്വം. അതുപോലെ തന്നെ സർവപ്രവൃത്തി ബീജം, എല്ലാ ചേതന്മാരുടെയും എല്ലാവരുടെയും സർവപ്രവൃത്തികൾക്കും കാരണമായിട്ടുള്ളതും. ഇനി സർവവിശേഷ പ്രത്യസ്തമിതം അപി, ആ ബ്രഹ്മം ഒരു തരത്തിലുമുള്ള വിശേഷങ്ങൾ അതിൽ കാണുന്നതല്ല, ബ്രഹ്മത്തെ ഇന്നതാണെന്ന് നിശ്ചയിക്കുവാൻ സാധിക്കുന്നതല്ല. എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ എന്താ? നാമരൂപാദികൾ ഇല്ലാത്തത്, പ്രവൃത്തികളില്ലാത്ത, നാമം, രൂപം, പ്രവൃത്തി മുതലായവ യാതൊന്നും ഇല്ലാത്തത്. നാം ഒരു വ്യക്തിയെ നാം വിശേഷിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ പറയും? ഒരു ലക്ഷണം പറയും, അല്ലെ? ഒരു രാമൻ, ആരാ ഈ രാമൻ എന്ന് ചോദിച്ചാൽ രാമൻ വെളുത്തവൻ, കറുത്തവൻ, അല്ലെങ്കിൽ പൊക്കം കൂടിയവൻ, പൊക്കം കുറഞ്ഞവൻ, അല്ലെങ്കിൽ രാമന്റെ അച്ഛന്റെ പേര് പറഞ്ഞ ഗോവിന്ദൻ, ഗോവിന്ദന്റെ മകൻ രാമൻ എന്നൊക്കെ വിശേഷങ്ങൾ എടുത്തു പറയും.
ലോക വ്യവഹാരം മുഴുവൻ എങ്ങനെയാണ്? സർവം ബ്രഹ്മഭിന്നമായിട്ടുള്ള എല്ലാ വസ്തുതകൾക്കും വിശേഷണങ്ങളുണ്ട്. വ്യവഹാരാസ്പദം, വ്യവഹാരത്തിന് കാരണമായിട്ടുള്ളതായ വിശേഷങ്ങളും എല്ലാം തന്നെ എല്ലാ വസ്തുതകൾക്കും ഉണ്ട്. ബ്രഹ്മഭിന്നം. ബ്രഹ്മത്തിന് മാത്രം ഇവ യാതൊന്നും ഉള്ളതല്ല. അതാണ് പറയുന്നത് സർവവിശേഷ പ്രത്യസ്തമിതം. എല്ലാ വിശേഷങ്ങളും അസ്തമിച്ചിട്ടുള്ളതുമായ ബ്രഹ്മം ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ തദ് ബ്രഹ്മ ഇത് വേദചേത് ഉത പുനരാശങ്ക തന്നാസ്തിത്വേ. അപ്പോ ആ ബ്രഹ്മം ഇല്ലെന്ന് ആശിക്കുന്നത് എന്തുകൊണ്ടാ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മം തന്നാസ്തിത്വേ വ്യവഹാരാദിത്വം ബ്രഹ്മണ ഇതി ബ്രൂമഃ. ബ്രഹ്മമില്ല എന്ന് പറയാൻ ഉള്ള ഒരു കാരണം വ്യവഹാരാതീതമായതുകൊണ്ട് എന്നുത്തരം. നമുക്ക് വ്യവഹരിക്കാൻ സാധ്യമല്ല. ലോകത്തിൽ ബാക്കി എല്ലാത്തിനും നമുക്ക് ലക്ഷണം പറയാം. സത്യം, ജ്ഞാനം, അനന്തം എന്ന് പറഞ്ഞ ലക്ഷണം തന്നെ നേരിട്ടല്ല ബ്രഹ്മത്തെ മനസ്സിലാക്കി തരുന്നത്. സത്യം എന്ന് പറഞ്ഞാൽ അനൃതഭിന്നം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജഡഭിന്നം, അനന്തം എന്ന് പറഞ്ഞാലോ ഉപാധി ഭിന്നമായിട്ടുള്ളതും ആണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ നേരിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് നാം ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നത്. അപ്പൊ ബ്രഹ്മം അതീതമായതുകൊണ്ടാണ്, വ്യവഹാരങ്ങൾക്ക് അതീതമായതുകൊണ്ടാണ് ഈ ബ്രഹ്മം ഇല്ല എന്ന് പറയാൻ കാരണം. എങ്കിൽ എങ്ങനെയാണ് ഈ വ്യവഹാരം സംഭവിക്കുന്നത്? തന്നാസ്തിത്വേ വ്യവഹാരാതീതത്വം ബ്രഹ്മണഃ ഇതി ബ്രൂമഃ. വ്യവഹാര വിഷയോ ഹി വാചാരംഭണ മാത്രേ അസ്തിത്വഭാവിത ബുദ്ധി. വ്യവഹാര വിഷയമാകണമെങ്കിൽ വാചാരംഭണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വാക്കുകൊണ്ട് ഉണ്ടാകുന്നത് മാത്രമായ വ്യവഹാരം. വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യവ സത്യം എന്ന് ഛാന്ദോഗ്യോപനിഷത്തിൽ പറയുന്നുണ്ട്. കേവലം ഒരു ഘടം ഉണ്ടെങ്കിൽ ആ ഘടം എന്നുള്ള ഒരു പേര് വാചാരംഭണം എന്നുള്ളതാണ്. ഘടം, ശരാവം, ഘടം, ചരുവം മുതലായ പല പാത്രങ്ങളായി അവ നിർമ്മിക്കപ്പെടുന്നു, ഉണ്ടാക്കപ്പെടുന്നു. വാസ്തവത്തിൽ മൃത്തികേത്യവ സത്യം, അതിന്റെ മൂല കാരണമായ മൃത്തിക, മണ്ണ് ആണെന്ന് നാം മനസ്സിലാക്കേണ്ടതുമാണ്. പക്ഷെ ഇവിടെ വ്യവഹാര വിഷയത്തിൽ ബ്രഹ്മം ഉൾപ്പെടുന്നതല്ല. അപ്പോ വാക്കുകൊണ്ട് ഉണ്ടാകുന്നത് മാത്രമായ വ്യവഹാര വിഷയത്തിൽ ഉണ്ട് എന്ന ഈ ഭാവന, അസ്തിത്വഭാവിത ബുദ്ധി തദ് വിപരീതോ വ്യവഹാരാതീതേ. അസ്തിത്വം ഉണ്ട് എന്ന് പറയുമ്പോൾ വ്യവഹാരയോഗ്യമായി, പക്ഷേ വ്യവഹാരമില്ലാത്തതായതുകൊണ്ട് നാസ്തിത്വം അഭിപ്രതിപദ്യത്തെ. അപ്പോൾ വ്യവഹാരാതീതത്തെ ഇല്ലെന്നും വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശങ്ക വരുന്നത്. വ്യവഹാരയോഗ്യമായതുകൊണ്ട് ബ്രഹ്മ അസ്തി എന്ന് പറയണമെന്ന് ശഠിക്കരുത്. കാരണം എന്താ? വാചാരംഭണം വികാരോ നാമധേയം എന്ന് ഉപനിഷത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. വാക്കുകൊണ്ട് ആരംഭിക്കുന്നതാണ്. ബ്രഹ്മമാകട്ടെ പിന്നീട് പറയാൻ പോവുകയാണ്, അതെ, വാചാം അഗോചരമാണ്. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നൊക്കെ ഇനി വരാൻ പോകുന്നതായ ഉപനിഷത്ത് പങ്ക്തികളിൽ ആ ആശയം വ്യക്തമാക്കുന്നു. അപ്പോ ഉണ്ട് എന്നുള്ള ഭാവനയോട് കൂടിയ ബുദ്ധി എന്തു ചെയ്യുന്നു? അതിന് വിപരീതമായ വ്യവഹാരാതീതം, ഉണ്ട് എന്നതിന്റെ വിപരീതം എന്താ? ഇല്ല എന്നുള്ളത്. എങ്ങനെ ഇല്ല എന്ന് പറയുന്നു? വ്യവഹാരാതീതമായതുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നു. യഥാ ഘടാതിരി വ്യവഹാര വിഷയതയാ ഉപപന്നഃ സന് തദ് വിപരീതഃ അസൻ ഇതി പ്രസിദ്ധം. ഇപ്പൊ വ്യവഹാര വിഷയമാകുന്നതായ ഒരു ഘടം ഇരിക്കട്ടെ. ഘടം നമ്മുടെ മുന്നിലുണ്ട്. അസ്ഥി ഘടഃ ഘടസൻ എന്നൊരു പ്രതീതിയുണ്ട്. നമ്മുടെ മുന്നിൽ ഒരു കുടമുണ്ടെങ്കിൽ ഘടഃ അസ്ഥി, ഘടം ഉണ്ട് എന്ന് നമുക്ക് പ്രതീതി. ഘടമില്ലെങ്കിലോ അസത്, ഘടമില്ല. ബ്രഹ്മ ഘടോ നാസ്തി എന്ന്. അപ്പൊ വ്യവഹാര വിഷയമായ ഘടം മുതലായവ ഉള്ളതാണെന്നും
അതിന് വിപരീതമായത് അസത്താണെന്നും എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. ഇത് പ്രസിദ്ധം ഘടാതിർ വ്യവഹാര വിഷയതയാ ഉപപന്നഃ സന് തദ്വിപരീതഃ അസൻ ഇതി പ്രസിദ്ധം. ഏവം തത് സാമാന്യാദി ഇഹാപി സ്യാദ് ബ്രഹ്മണോ നാസ്തിത്വം. അതുപോലെ വ്യവഹാര വിഷയം അല്ലാത്തതുകൊണ്ട്, വ്യവഹാരത്തിന് അവിഷയമായതുകൊണ്ട് ബ്രഹ്മത്തെയും ഇല്ലെന്ന് ശങ്കിക്കാവുന്നതാണ്. നാസ്തിത്വം പ്രത്യാശം. തസ്മാദുച്യത്തെ അസ്തി ബ്രഹ്മേതി ചേത് വേദ ഇതി. അതിനുള്ള മറുപടിയാണ് അസ്തി ബ്രഹ്മേതി ചേത് വേദ. ആ ശങ്ക ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ബ്രഹ്മം ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ എന്നുള്ള വരി കൂടി ചേർത്തത്. ഉപനിഷത് വാക്യം നോക്കുക. അസന്നേവ സഭവതി അസത് ബ്രഹ്മേതി വേദ ചേത് അസ്തി ബ്രഹ്മേതി ചേത് വേദ സന്തമേനം തതോ വിദുരിതി എന്ന്. ഇവിടെയാണ് ഇപ്പോ ചർച്ച ആരംഭിക്കുന്നത്. എങ്ങനെയാണ് ചർച്ച എന്ന് നോക്കാം. രണ്ട് തരത്തിലാണ്. ഒന്ന് അസ്തി ബ്രഹ്മ എന്ന് പറയുന്നവർ. പൂർവപക്ഷി ആരാ? നാസ്തി ബ്രഹ്മ, ബ്രഹ്മമില്ല എന്ന് പറയുന്നവർ. എന്തുകൊണ്ട് ബ്രഹ്മമില്ല എന്ന് പറയുന്നു? വ്യവഹാരാതീതമാണ്, നമുക്ക് പറയാൻ കഴിയുന്നതല്ല. എങ്ങനെ? ഇപ്പൊ ഘട മുതലായവകളെ പോലെ, ഘടം പടം മുതലായവകളെ പോലെ നമുക്ക് ബ്രഹ്മം ഉണ്ടെന്ന് പറയാൻ നമുക്ക് ഒന്നുമില്ല. നമുക്ക് ഇപ്പൊ അനുഭവം സിദ്ധമല്ല എന്ന് പറയുന്നു. അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്? പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം മുതലായവയാണ് അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത്. ഇപ്പോ പ്രത്യക്ഷം, നമ്മുടെ കൺമുന്നിൽ ഒരു ഘടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുസ്തകമുണ്ടെങ്കിൽ അസ്ഥി ഘടഃ, അസ്ഥി പുസ്തകം എന്ന് നാം വ്യവഹരിക്കുന്നു. എങ്ങനെ? പ്രത്യക്ഷമായതുകൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു. നമ്മുടെ ആത്മാവ് മനസ്സുമായി ബന്ധപ്പെട്ട്, മനസ്സ് ഇന്ദ്രിയവുമായി ബന്ധപ്പെട്ട് ആ ഇന്ദ്രിയം പുറത്തേക്ക് ചെന്ന് ആ വസ്തുവായി പരിണമിക്കുന്നു. വസ്തുവിന്റെ ആകാരം, വസ്തുവിന്റെ സ്വരൂപമായി പരിണമിക്കുന്നു. ഘടാകാരേണ പരിണമത്തെ എന്നൊക്കെ അതിന്റെ പ്രക്രിയകളൊക്കെ വേദാന്തത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പ്രത്യക്ഷം ഉണ്ടാകുന്നത് എന്ന്. അപ്പോൾ ഘടാകാരമായിട്ട് പരിണമിച്ചു കഴിയുമ്പോൾ പിന്നെ അവിടെ ഘടം, അസ്ഥി ഘടഃ എന്ന് ആ ആത്മാവ് ഘടത്തെ മനസ്സിലാക്കും. ഇനി അനുമാനത്തിലൂടെ നമുക്ക് വസ്തുതകളെ നാം മനസ്സിലാക്കാം. എങ്ങനെ? വൈകുന്നേരം നാം നടന്നു പോകുമ്പോൾ ഒരു കുന്നിന്റെ മുകളിൽ പുക കാണുന്നു. പർവ്വതോ വന്യമാൻ. ആ പർവ്വതം തീയോട് കൂടിയതാണ്. നേരിട്ട് നാം തീയെ കാണുന്നില്ല, അപ്രത്യക്ഷമാണ് വന്നി. പക്ഷേ ആ വന്യെ സാധിച്ചു തരുന്ന, മനസ്സിലാക്കി തരുന്നതായ ഒരു ഹേതു അവിടെയുണ്ട്. അതെന്താ? ധൂമം. ധൂമദർശനം കൊണ്ട് വന്യദർശനം. എവിടെയൊക്കെ ധൂമമുണ്ടോ അവിടെയൊക്കെ വന്യമുണ്ട് എന്ന് നാം നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പൊ പുകയില്ലാത്ത അടുപ്പുകളാണ് ഇപ്പൊ പലതും. എന്നാലും പഴയ കാലത്തെ നമ്മുടെ രീതി അനുസരിച്ച് അവിടെ എവിടെയൊക്കെ പുകയുണ്ടോ അവിടെയൊക്കെ തീയുമുണ്ട് എന്നുള്ളതാണ്. എത്ര എത്ര ധൂമഃ തത്ര തത്ര വന്യീഹി എന്ന് വ്യാപ്തിയുണ്ട്. അങ്ങനെ ധൂമത്തോട് വന്യയ്ക്ക് ഹേതുവാകുന്ന ധൂമത്തോട് കൂടിയതാണ് ഈ പർവ്വതം എന്ന ജ്ഞാനമുണ്ടാകുമ്പോൾ അതിൽ നിന്നും പർവ്വതോ വന്യമാൻ, ഈ പർവ്വതത്തിൽ അഗ്നിയുണ്ട്, തീയുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇതാണ് അനുമാനം എന്ന് പറയുന്ന പ്രമാണം. ഇതൊക്കെ ശാസ്ത്രത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പ്രമാണശാസ്ത്രം തന്നെ ഒരു പ്രത്യേകം രീതിയിൽ വളരെ 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 വിസ്തൃതമായി വളർന്ന പ്രമാണ ചർച്ച എല്ലാ ശാസ്ത്രങ്ങളിലും, പ്രത്യേകിച്ച് ന്യായശാസ്ത്രത്തിലും മീമാംസാശാസ്ത്രത്തിലും ഈ പ്രമാണ ചർച്ച ഒരു വലിയ വിഷയം ആയിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഉപമാനം. ഉപമാനം എന്ന് പറഞ്ഞാൽ സാദൃശ്യം. സാദൃശ്യം എന്തിനെ നിബന്ധനമാക്കിക്കൊണ്ടുള്ളതാണ്, എന്തിനെ മുൻനിർത്തിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ നോക്കുക. നമുക്കിപ്പോ ഒരു വ്യക്തിയെ നാം മനസ്സിലാക്കേണ്ടതാണ്. ആ വ്യക്തിയെ നാം കണ്ടിട്ടില്ല. അപ്പോ ഒരാൾ പറഞ്ഞു തന്നു, നിങ്ങൾ ആ ഓഫീസിൽ പോയി നോക്കുക. നിങ്ങൾക്ക് ഒരു വ്യക്തിയെ അറിയാം. അതാരാ? ഒരു രാമൻ എന്ന വ്യക്തിയെ അറിയാം. അതെ, മീശയില്ലാത്ത രാമൻ. നിങ്ങൾക്ക് പരിചിതനായ, വളരെ പരിചയമുള്ളതായ രാമൻ എന്ന വ്യക്തിയുടെ മുഖത്തിൽ മീശ ഇല്ലെങ്കിൽ അതാണ് അവിടെ നിങ്ങൾ അന്വേഷിക്കേണ്ട കൃഷ്ണൻ.
എന്ന് പറയുന്നു. കൃഷ്ണനെ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ രാമനെ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പൊ സാദൃശ്യം സിമിലാരിറ്റി എന്ന് പറയും. സാദൃശ്യത്തെ മുൻനിർത്തിയുള്ളതാണ് ഉപമാനം. ഉപമ എന്നൊരു അലങ്കാരമുണ്ട്. നിങ്ങൾ സംസ്കൃതം കുറെയൊക്കെ പരിചയിച്ചിട്ടുള്ളവർക്ക് ഈ ഉപമ എന്നൊരു അലങ്കാരം നമുക്ക് പരിചയമാണ്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പ്രസിദ്ധമായ ഒരു ഉദാഹരണമുണ്ട്. ഒരു കവി പറയുകയാണ്, രാജാവിനെ കുറിച്ച് പറയുന്നതാണ്, മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു. ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ളതെന്നുള്ള അർത്ഥം അല്ല. ഇവിടെ ചന്ദ്രനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നതായ ഒരു സന്തോഷം, ഒരു ആഹ്ലാദം, പൂർണ്ണ ചന്ദ്രനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നതായ ഒരു സന്തോഷം, ആ ആഹ്ലാദം അങ്ങയുടെ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോ ഇത് സാദൃശ്യത്തെ മുൻനിർത്തിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി നാലാമത്തെ ഒരു അനുഭവമുണ്ട്, അതാണ് ശബ്ദം. ശബ്ദം എന്ന് പറയുന്നത് രണ്ടു തരത്തിലാണ്: വൈദിക ശബ്ദം, ലൗകിക ശബ്ദം. വൈദിക ശബ്ദം എന്ന് പറഞ്ഞാൽ വേദം പറഞ്ഞിട്ടുള്ളതെല്ലാം പരമമായ സത്യമാണ്. അതുകൊണ്ട് വേദോക്തം സർവം പ്രമാണം. വേദത്തിൽ പറയുന്നുണ്ട് സ്വർഗനരകങ്ങളുണ്ട് എന്ന് വേദം പറയുന്നു. അപ്പോൾ നാം അത് വിശ്വസിക്കണം. കാരണം വേദം എന്ന് പറയുന്നത് സത്യം മാത്രം പറയുന്നവയാണ് എന്ന്. ഇനി അത് വൈദിക ശബ്ദം. ലൗകിക ശബ്ദം എന്ന് പറയുന്നത് ആപ്തവാക്യം പ്രമാണം, ആപ്തസ്തു യഥാർത്ഥ വക്ത. ഇനി ലോകത്തിലുള്ള വചനങ്ങളും വാക്കുകളും നാം പ്രമാണമായി അംഗീകരിക്കാം. എപ്പോൾ എന്ന് ചോദിച്ചാൽ അത് ആപ്തൻ പറയുന്നതാണെങ്കിൽ. ആപ്തൻ ആരാ എന്ന് ചോദിച്ചാൽ ആപ്തസ്തു യഥാർത്ഥ വക്ത, സത്യം പറയുന്നവൻ, ഉള്ളതുപോലെ പറയുന്നവൻ. അങ്ങനെ പറയുന്നതായ ലൗകിക ശബ്ദത്തെയും നമുക്ക് പ്രമാണമായി അംഗീകരിക്കാം. ഇപ്പൊ ലൗകിക ശബ്ദം ധാരാളമുണ്ട്. നമുക്കിപ്പോൾ മനസ്സിലാക്കാം. എങ്ങനെ? ഒരു വ്യക്തി പറഞ്ഞു തരുന്നു, ഇന്ന വഴി കൂടി പോയാൽ നിങ്ങൾക്ക് ആ ഗ്രാമത്തിലെത്താം എന്ന് പറയുന്നു. കാരണം അയാൾ ആപ്തനാണ്, നമ്മെ ചുറ്റിക്കുന്നവനല്ല, നമ്മെ പറ്റിക്കുന്നവനല്ല. അതുകൊണ്ട് അയാളുടെ വാക്യം പ്രമാണമായി അംഗീകരിച്ചുകൊണ്ട് നാം ആ വഴിയെ ചെല്ലുമ്പോൾ അവിടെ ആ ഗ്രാമത്തിൽ നാം എത്തും. ഇങ്ങനെ പ്രമാണങ്ങൾ, പിന്നെ അർത്ഥാപത്തി, അനുപലബ്ധി എന്നൊക്കെ പ്രമാണങ്ങൾ ധാരാളമുണ്ട്. ഇവയെല്ലാം ഇതിലൂടെയാണ് നാം വാസ്തവത്തിൽ അറിയുന്നത്. പക്ഷെ ബ്രഹ്മത്തെ എങ്ങനെ അറിയും? പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുമോ? അല്ല. അനുമാനം വല്ലതും ഉണ്ടോ? ഇല്ല. ഉപമാനം, ബ്രഹ്മ സാദൃശ്യം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ മനസ്സിലാക്കുക? വേദം പറയുന്നു. വേദം, വൈദിക ശബ്ദം പറയുന്നുണ്ട്. അങ്ങനെ ബ്രഹ്മത്തെ സാധിച്ചു തരുന്നത് കൊണ്ടാണ് ഉപനിഷത്തുകളെ ബ്രഹ്മവിദ്യ. സാധിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ മനസ്സിലാക്കി തരുന്നത് കൊണ്ടാണ് ഉപനിഷത്തുകൾക്ക് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. ബ്രഹ്മവിദ്യാസു ഉപനിഷത്സു എന്നാണല്ലോ ഭഗവത്ഗീതയെയും അതിൻ്റെ ഓരോ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അതിൽ പറയുന്നുണ്ടല്ലോ. കൃഷ്ണാർജുന സംവാദേ യോഗശാസ്ത്ര കൃഷ്ണാർജുന സംവാദേ ബ്രഹ്മവിദ്യ പ്രാപകമാണ് ഉപനിഷത്തുക്കൾ. അങ്ങനെ ഇപ്പോൾ ഇവിടെ സംശയം വരുന്നത്, ബ്രഹ്മത്തെ അറിയുന്നവനെ, ബ്രഹ്മത്തെ ആ സ്വരൂപ പരമാർത്ഥത്തിലുള്ള ആത്മാവിനെ പ്രാപിച്ചവനെന്ന് വിചാരിക്കുന്നു. അവനും മറ്റുള്ളവർക്ക് ബ്രഹ്മത്തെ പോലെ അറിയപ്പെടേണ്ടവനായിത്തീരുന്നു എന്നർത്ഥം. അതായത് കിം പുനഃ സ്യാത് തത് അസ്തീതി വിജാനതഃ. ബ്രഹ്മമുണ്ടെന്ന് പറയുന്നവൻ എന്താണ്? ആരാണ്? സന്തം വിദ്യമാനം ബ്രഹ്മസ്വരൂപേണ പരമാർത്ഥ സത് ആത്മ ആപന്നം ഏനം ഏവം വിധം വിദുഹു ബ്രഹ്മവിദഃ. അപ്പോ പരമാർത്ഥത്തിൽ ഉള്ള ആത്മാവിനെ പ്രാപിച്ചവനെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബ്രഹ്മം ഉണ്ടെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ വാസ്തവത്തിൽ അത് ബ്രഹ്മത്തെ അറിയേണ്ടതായ ഒരു കാലഘട്ടം, അതിനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാകും എന്ന് വേണം പറയാൻ. തസ്മാത് അസ്തിത്വ വേദനാത് സഹ അന്യേഷാം ബ്രഹ്മവത് വിജ്ഞേയോ ഭവതീത്യർത്ഥഃ. അപ്പോൾ അവനും മറ്റുള്ളവർക്ക് എന്ന പോലെ
ബ്രഹ്മത്തെ പോലെ അറിയപ്പെടേണ്ടവനായിത്തീരുന്നു എന്ന്. അഥവാ യോ നാസ്തി ബ്രഹ്മേതി മന്യത്തെ സ സർവസ്യൈവ സന്മാർഗസ്യ വർണ്ണാശ്രമാദി വ്യവസ്ഥാലക്ഷണസ്യ നാസ്തിത്വം പ്രതിപദ്യത്തെ ബ്രഹ്മപ്രതിപത്യാർത്ഥത്വാത് തസ്യ അതഃ നാസ്തികഃ സഹ അസൻ അസാധു ഉച്യത്തെ ലോകേ. ഇനി ബ്രഹ്മം ഇല്ലെന്ന് വിചാരിക്കുന്നവൻ, വളരെ സൂക്ഷ്മമായ വരികളാണ് ഇതൊക്കെ. ബ്രഹ്മമില്ല എന്ന് വിചാരിക്കുന്നവന് ബ്രഹ്മേതി മന്യത്തെ അഥവാ യോ നാസ്തി ബ്രഹ്മേതി മന്യത്തെ, ബ്രഹ്മം ഇല്ലെന്ന് വിചാരിക്കുന്നവൻ അയാൾക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് സ സർവസ്യൈവ സന്മാർഗസ്യ വർണ്ണാശ്രമാദി വ്യവസ്ഥാലക്ഷണസ്യ, വർണ്ണാശ്രമം എന്നൊരു വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥ സന്മാർഗത്തിന് കാരണമാണ്. സന്മാർഗം, ശരിയായ മാർഗം എന്ന് പറയുന്നത് വർണ്ണാശ്രമാദി വ്യവസ്ഥ. ആ വ്യവസ്ഥാ സ്വരൂപത്തോട് കൂടിയതായ ശരിയായ മാർഗം നാസ്തി, അത് ഇല്ല എന്ന് പറയുന്നു. നാസ്തിത്വം പ്രതിപദ്യത്തെ, അത് ഇല്ലെന്ന് വിചാരിക്കുന്നത് കൊണ്ട് അവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നതുമല്ല. അതഃ നാസ്തികഃ സഹ, അതുകൊണ്ട് നാസ്തികനായ അവൻ ലോകത്തിൽ അസത്ത് അസൻ അസത്ത് അസാധുരുച്യത്തെ, അവനെ അസാധു എന്നേ അവനെ പറയുകയുള്ളൂ. കാരണം വർണ്ണാശ്രമ വ്യവസ്ഥ അംഗീകരിക്കുന്നില്ല. വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം ഒരുമാതിരി മലീമസമാക്കപ്പെട്ട ഒരു ഇതാണ്. പൂർവ്വകാലത്തിൽ വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറയുന്നത് സാൻമാർഗികമായ ഒരു ജീവിതത്തിന് കാരണമായിട്ട് നിന്നിരുന്നു. കേവലം അത് ജാതിയായി പിൽക്കാലത്ത് മാറി എന്നുള്ളതാണ്. വർണ്ണവും ആശ്രമവും എല്ലാം തന്നെ മറ്റു പല മറ്റു പല പ്രസ്ഥാനങ്ങൾക്കും ഒരു തരം അപഭ്രംശം സംഭവിച്ചതുപോലെ. അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല. പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് വർണ്ണം, എന്താണ് ആശ്രമം. വർണ്ണം എന്ന് പറയുന്നത് ജാതിയല്ല. വർണ്ണം എന്ന് പറയുന്നത് സ്വഭാവങ്ങളിലൂടെ മനസ്സിലാക്കപ്പെടേണ്ടതാണ്. അതായത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്നാണ്. ആദ്യ ഭാഗം മാത്രം പറയും ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ചാതുർവർണ്ണ്യം ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞ് ഇന്ന് പലരും അതിനെ പലതായി പല രീതിയിൽ അപഹസിച്ചും മലീമസമാക്കിയും ഒക്കെ ചർച്ച ചെയ്യുന്നു. വാസ്തവത്തിൽ വർണ്ണം എന്ന് പറയുന്നത് ഗുണകർമ്മ വിഭാഗശഃ, ഗുണത്തെയും കർമ്മത്തെയും ആശ്രയമാക്കിക്കൊണ്ടുള്ള ഒരു വ്യവസ്ഥയായിരുന്നു വർണ്ണ വ്യവസ്ഥ. അതുപോലെ ആശ്രമം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥം, അതുപോലെ സന്യാസം. ഇപ്പോൾ അതിനൊക്കെ പലതരത്തിലുള്ള ലോപവും പലതരത്തിലുള്ള ചുരികളും എല്ലാം സംഭവിച്ചത് കൊണ്ട് നാം അതിലേക്ക് ഇപ്പോൾ നമ്മുടെ ചർച്ച അതിലേക്ക് കടക്കേണ്ടതല്ല. എന്നാലും വർണ്ണാശ്രമാദി വ്യവസ്ഥാ ലക്ഷണസ്യ സന്മാർഗ പ്രവൃത്തി, സന്മാർഗം, ശരിയായ മാർഗം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് ആചാര്യൻ വ്യക്തമാക്കി തരുന്നു. നാസ്തിത്വം പ്രതിപത്യത്തെ ബ്രഹ്മപ്രതിപത്യർത്ഥത്വാത് തസ്യ അതഃ നാസ്തികഃ സഹ. അപ്പൊ ബ്രഹ്മത്തെ മനസ്സിലാക്കണമെങ്കിൽ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കണം. ആ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ട് അയാൾ ബ്രഹ്മം ഇല്ലെന്ന് പറയുന്നു, അയാളെ അസത് എന്നും പറയുന്നു. തദ് വിപരീത സന്. ഇനി ഈ പറഞ്ഞതിന് വിപരീതമായി, നാസ്തികത്തിന് വിപരീതമായി, സന്യഹ അസ്തി ബ്രഹ്മേതി ചേദ്വേത, ബ്രഹ്മമുണ്ട് എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവന് ശ്രദ്ധയുള്ളത് കൊണ്ട് തദ് ബ്രഹ്മപ്രതിപത്തി ഹേതും സന്മാർഗം വർണ്ണാശ്രമാദി വ്യവസ്ഥാലക്ഷണം ശ്രദ്ധാനതയാ യഥാവത് പ്രതിപദ്യത്തെ യസ്മാത്. അപ്പോൾ ആ വ്യക്തി ഈ വർണ്ണാശ്രമാദി വ്യവസ്ഥകളെയെല്ലാം ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആ സന്മാർഗത്തെ വേണ്ട വിധത്തിൽ പ്രാപിക്കുന്നു എന്നതുകൊണ്ട് തസ്മാത് സന്തം സാധുമാർഗസ്ഥമേനം വിദു സാധവഃ, അയാളെ സാധു, സത്ത് എന്ന് പറയും. ലോകത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ അവൻ അസത്താണ് എന്ന് പറയുന്നു, ദുഷ്ടൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ സന്മാർഗത്തിൽ ഇല്ലാത്തവൻ ദുഷ്ടൻ, അതുകൊണ്ടാണ് അസത്ത് എന്ന് പറയുന്നത്. സത്തുക്കൾ എന്ന് നാം വ്യവഹരിക്കുന്നുണ്ട്, സജ്ജനങ്ങൾ എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? അവർ ബ്രഹ്മത്തെ അംഗീകരിച്ചുകൊണ്ട്
അല്ലെങ്കിൽ ഈശ്വരനെ അംഗീകരിച്ചുകൊണ്ട് ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ ചില നിയന്ത്രണങ്ങൾക്ക് ഉൾപ്പെട്ട് അവർ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് അവരെ സത്ത് എന്ന് പറയുന്നത്, സാധു എന്ന് പറയുന്നത്. തസ്മാത് അസ്തിത്യേവ ബ്രഹ്മപ്രതിപത്തവ്യം ഇത് വാക്യാർത്ഥ. അതുകൊണ്ട് ബ്രഹ്മം ഉണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അസ്തി ബ്രഹ്മ ഇത് പ്രതിപത്തവ്യം, ബ്രഹ്മമുണ്ടെന്ന് തന്നെ വിചാരിക്കണം എന്നതാണ് വാക്യാർത്ഥം. ശരി, ഇനി അതനുസരിച്ച് ഇനി കുറെ തുടർന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് ഫോളോ എന്നുള്ളതാണ്. യസ്മാദേവ അതഃ തസ്മാത് അഥ അനന്തരം ശ്രോതുഃ ശിഷ്യസ്യ അനുപ്രശ്നാഃ ആചാര്യോക്തി മനു. ആചാര്യൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ശിഷ്യൻ അതിനെ തുടർന്നുള്ള ചോദ്യങ്ങൾ. സാമാന്യം ഹി ബ്രഹ്മ ആകാശാദികാരണത്വാദ് വിദുഷഃ അവിദുഷശ്ച. അവിദുഷോപി ബ്രഹ്മപ്രാപ്തിരാശങ്ക്യത്തെ ഉത അപി അവിദ്വാൻ അമും ലോകം പരമാത്മാനം ഇതഃ പ്രേത്യ കശ്ചന ചനശബ്ദഃ അത്യർത്ഥേ. അവിദ്വാനപി ഗച്ഛതി പ്രാപ്നോതി കിം വാ ന ഗച്ഛതി ഇതി ദ്വിതീയോപി പ്രശ്നോ ദ്രഷ്ടവ്യഃ. ചോദ്യങ്ങൾ ഇനി പലതരത്തിൽ വരുന്നു. ഈ ക്രക്സ്, ഈ ഉപനിഷത്തിന്റെ സാരഭൂതമായ ഭാഗം ഇവിടെയാണ് നാം കാണുന്നത്. ആചാര്യന്റെ ഈ പങ്ക്തി, ഈ ഉപനിഷത്ത് വാക്യങ്ങൾ വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിൽ ഭാഷ്യത്തിൽ ഈ പറയുന്ന ഭാഗങ്ങളാണ് വാസ്തവത്തിൽ ഈ ഉപനിഷത്തിന്റെ മൂലഭൂതമായ പൊരുളായിട്ട് നാം കണക്കാക്കേണ്ടത്. സാമാന്യം ഹി ബ്രഹ്മ ആകാശാദി കാരണത്വാദ് വിദുഷഃ അവിദുഷശ്ച. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് രണ്ടുപേർ എല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണ്, വിദ്വാനം അവിദ്വാനം. ബ്രഹ്മം ഉണ്ടെന്ന് പറയുന്നവനും ബ്രഹ്മം ഇല്ലെന്ന് പറയുന്നവനും രണ്ടുപേർക്കും പൊതുവായിട്ടുള്ളതാണ്. എന്തുകൊണ്ട്? ആകാശാദി കാരണത്വാദ്. ബ്രഹ്മത്തിൽ നിന്നും ആകാശം ഉണ്ടാകുന്നു. ആകാശത്തിലൂടെയാണ് പിന്നെയുള്ള സൃഷ്ടിക്രമമെല്ലാം. ആ സൃഷ്ടിക്രമത്തിൽ വിദ്വാനും അവിദ്വാനും, ബ്രഹ്മം ഉണ്ടെന്ന് പറയുന്നവനും ഇല്ലെന്ന് പറയുന്നവനുമാണ്. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് രണ്ടുപേർക്കും പൊതുവായിട്ടുള്ളതാണ്. അപ്പോ അവിദ്വാനും ബ്രഹ്മപ്രാപ്തിയെ ആശങ്കിക്കുന്നു. അപ്പോൾ ചോദ്യം എങ്ങനെയാണ് വരുന്നത്? അവിദുഷോപി ബ്രഹ്മപ്രാപ്തിരാശങ്ക്യത്തെ. അവിദ്വാനായ ഒരുവനും ബ്രഹ്മപ്രാപ്തി, അയാൾക്കും ബ്രഹ്മപ്രാപ്തി ഉണ്ടോ എന്ന് സംശയിക്കും. മരിച്ചു കഴിഞ്ഞാൽ അയാളും ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മം ഉണ്ടെന്ന് അംഗീകരിക്കുന്നവനും ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മം ഇല്ലെന്ന് പറയുന്നവനും ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. കാരണം എന്താ? പൊതുവായിട്ടുള്ളതാണ്. ആകാശാദി കാരണത്വാത് വിദുഷഃ അവിദുഷശ്ച സാമാന്യം ഹി ബ്രഹ്മ. ബ്രഹ്മം ആകാശാദികൾക്ക് കാരണമായതുകൊണ്ട്, ആകാശത്തിൽ നിന്നും വായു, വായു പിന്നെ ക്രമേണ അഗ്നി, ഇങ്ങനെ തുടങ്ങി ക്രമേണ ആകാശാദ് വായു, വായോരഗ്നി, അഗ്നേരാധാഭ്യ പൃഥ്വി, പൃഥിവ്യാ ഓഷധയ, ഓഷധീഭ്യോ അന്നം, അന്നാത് പുരുഷ എന്നൊരു സൃഷ്ടിക്രമം നാം നേരത്തെ മനസ്സിലാക്കി. അങ്ങനെ വരുമ്പോൾ വിദ്വാനും അവിദ്വാനും, ബ്രഹ്മം ഉണ്ടെന്ന് പറയുന്നവനും ബ്രഹ്മം ഇല്ലെന്ന് പറയുന്നവനും രണ്ടുപേർക്കും പൊതുവായിട്ടുള്ളതാണ് ബ്രഹ്മം. അങ്ങനെയാണെങ്കിൽ അവിദ്വാൻ അമും ലോകം പരമാത്മാനം ഇതഃ പ്രേത്യ അവിദ്വാനപി ഗച്ഛത്തെ പ്രാപ്നോതി. അവിദ്വാൻ ബ്രഹ്മമില്ലെന്ന് പറയുന്നവൻ അമും ലോകം പരമാത്മാനം, ഈ ലോകം വിട്ട് പ്രേത്യ മരിച്ചിട്ട് പരമാത്മാവിനെ തന്നെ പ്രാപിക്കുകയാണോ? അവിദ്വാൻ അപി ഗച്ഛതി പ്രാപ്നോതി. അവിദ്വാൻ ബ്രഹ്മത്തിനെ തന്നെ പ്രാപിക്കുകയാണോ? അതല്ലെങ്കിൽ കിം വാ ന ഗച്ഛതി, പ്രാപിക്കുന്നില്ലയോ? ഇത് ദ്വിതീയോപി പ്രശ്ന. അവിടെ രണ്ട് പക്ഷങ്ങളായി. അവിദ്വാൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇത് ദ്വിതീയോപി പ്രശ്നോ ദ്രഷ്ടവ്യ. അനുപ്രശ്നാഹ ഇത് ബഹുവചനാത്. അപ്പൊ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളും ഇവിടെ ഉണ്ടാകും. വിദ്വാംസം പ്രതി അന്യൗ പ്രശ്നവും. അടുത്തത്
ഇനി വിദ്വാനെ സംബന്ധിച്ച്, ബ്രഹ്മം ഉണ്ടെന്ന് അംഗീകരിക്കുന്ന വിദ്വാനെ സംബന്ധിച്ച് വിദ്വാംസം പ്രതി അന്യൗ പ്രശ്നൗ യദി അവിദ്വാൻ സാമാന്യം കാരണമപി ബ്രഹ്മണ ഗച്ഛതി അതോ വിദുഷോപി ബ്രഹ്മാഗമനം ആശങ്ക്യത്തെ. ഇപ്പോ ഇനി പറയാൻ പോകുന്നത് ബ്രഹ്മം ഉണ്ട് എന്ന് പറയുന്ന, ബ്രഹ്മത്തെ അംഗീകരിക്കുന്ന ആ വിദ്വാനെ സംബന്ധിച്ചുള്ളവയാണ്. ബ്രഹ്മം പൊതുവായ കാരണം ആണെങ്കിലും അവിദ്വാൻ അതിനെ പ്രാപിക്കുന്നില്ലെങ്കിൽ, പ്രാപിക്കേയില്ല എങ്കിൽ വിദ്വാനും അതിനെ പ്രാപിക്കാതിരിക്കുമോ എന്നൊരാശങ്ക വരുന്നു. അതോ വിദുഷോപി ബ്രഹ്മാഗമനം ആശങ്ക്യത്തെ അതസ്തംഭതി പ്രശ്ന ആഹോ വിദ്വാൻ. ഇത് ഉപനിഷത്തിലെ വാക്യം. ഉകാരം ച വക്ഷ്യമാണം അധസ്താത് അപകൃഷ്യ തകാരം ച പൂർവസ്മാത് ഉതശബ്ദ വ്യാസജ്യ ആഹോ ഇത്യേതത് അസ്മാത് പൂർവം ഉതശബ്ദം സംയോജ്യ പൃച്ഛതി ഉതാഹോ വിദ്വാൻ ഇതി. അപ്പോ അവനെക്കുറിച്ചുള്ള പ്രശ്നമാണിത്. വിദ്വാനായ ഒരുത്തൻ ഈ ലോകത്തിൽ നിന്നും പോയതിന്റെ ശേഷം പരമാത്മാവിനെ പ്രാപിക്കുന്നുവോ? സമശ്നുതേ, ഊ എന്ന് ചേർക്കുന്നു. പിന്നാലെ വരുന്ന ആ യകാരത്തെ മുമ്പേ ചേർത്തുകൊണ്ട് ഉത എന്നതിൽ നിന്നും ത എന്നത് എടുത്തു ചേർത്തി ഉത ആഹോ എന്ന് അന്വയിക്കണം. അത് വ്യാകരണ സംബന്ധിയായ ചില പ്രത്യേകതകൾ. അപ്പൊ അവിദ്വാൻ എന്ന പോലെ വിദ്വാനും പരമാത്മാവിനെ പ്രാപിക്കുകയില്ലയോ എന്നൊരു വേറൊരു പ്രശ്നവും ഇവിടെ ഉണ്ട്. അതും മനസ്സിലാക്കേണ്ടതാണ്. വിദ്വാൻ ബ്രഹ്മവിദപി കശ്ചിത് കുതഃ പ്രേത്യ അമും ലോകം സമശ്നുതേ പ്രാപ്നോതി സമശ്നുതേ ഊ ഇത്യേവം സ്ഥിതേ അയാദേശേ യലോപേ ച കൃതേ അകാരസ്യ പ്ലുതിഃ സമശ്നുത ഊ. വിദ്വാൻ സമശ്നുതേ അമും ലോകം കിം വാ യഥാ വിദ്വാൻ. ഈ അവിദ്വാനെ പോലെ തന്നെ വിദ്വാനും അവിടെ എത്തുന്നില്ലയോ എന്നോ. ഏവം വിദ്വാനപി ന സമശ്നുതേ. വിദ്വാനും അവിടെ എത്തുന്നില്ല. ബ്രഹ്മം ഉണ്ടെന്ന് പറയുന്നവനും പരമാത്മാവിനെ പ്രാപിക്കുന്നില്ല എന്ന ഒരു ചോദ്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊള്ളാം. ഇതാണ് അനുപ്രശ്നങ്ങൾ, സംശയങ്ങൾ. ഈ സംശയങ്ങൾ നമുക്ക് എപ്പോഴും ഉള്ളതാണ്. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ? അത് തന്നെയാണ് ഇവിടുത്തെ ചർച്ച. ഈശ്വരൻ എന്ന പദത്തിന് പകരം ഇവിടെ ബ്രഹ്മം എന്ന് ഉപനിഷത്ത് പറയുന്നു. ഈശ്വരൻ എന്നുള്ളത് ഒരു ഉപാധി കൽപ്പിതമായ, കാര്യോപാധിരയം ജീവ കാരണോപാധി ഈശ്വര എന്നുള്ളത് അത് സാമാന്യേന നമ്മൾ മനസ്സിലാക്കേണ്ടതുമാകുന്നു. ഈശ്വരൻ എന്ന തത്വവും ഒരു പരിധിയിൽ, ഒരു സന്ദർഭത്തിൽ ഇല്ലാതാകും. ദ്വാവേവ വാ പ്രശ്നോ വിദ്വത് അവിദ്വത് വിഷയോ ബഹുവചനം തു സാമർഥ്യപ്രാപ്ത പ്രശ്നാന്തര അപേക്ഷയാ ഘടത്തെ. അസത് ബ്രഹ്മേതി വേദ ചേത് അസ്തി ബ്രഹ്മേതി ചേത് വേദ ഇത് ശ്രവണാത് അസ്തി നാസ്തി ഇതി സംശയഃ. അപ്പോ വിദ്വാനെ കുറിച്ചൊന്നും അവിദ്വാനെ കുറിച്ച് മറ്റൊന്നും, ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങളെ ഉള്ളൂ എന്നും പറയാം നമുക്ക് സാധാരണമായിട്ട്. പിന്നെ തുടർന്നുള്ള പ്രശ്നങ്ങളും ഉണ്ട്. ഇനി ബഹുവചനം സാമർഥ്യം കൊണ്ട് മറ്റു പ്രശ്നങ്ങളെയും നമുക്ക്, മറ്റു ചോദ്യങ്ങളും നമുക്ക് ഇതിനോട് യോജിക്കുന്നതുമാണ്. അസത് ബ്രഹ്മേതി വേദ ചേത് അസ്തി ബ്രഹ്മേതി വേദ ചേത് എന്ന് ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയം. അതിൽ നിന്നും ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രഥമ പ്രശ്നം, ആദ്യത്തെ പ്രശ്നം അർത്ഥത്താൽ വന്നുകൂടുന്നു. ഭാഷ്യത്തിലെ പങ്ക്തി അസ്തി ബ്രഹ്മേതി ചേത് വേദ ഇതി ശ്രവണാദസ്തി നാസ്തി ഇതി സംശയഃ. അസത് ബ്രഹ്മേതി വേദ, അസത് ബ്രഹ്മ എന്നുള്ളത് കൊണ്ട് നാസ്തിത്വവും അസ്തി ബ്രഹ്മ എന്ന് പറയുന്നത് കൊണ്ട് അസ്തിത്വവും ബ്രഹ്മത്തിന് നമുക്ക് അതഃ അർത്ഥപ്രാപ്തഃ കിമസ്തി നാസ്തി പ്രഥമോ അതിനകത്തുണ്ട്. ബ്രഹ്മണഃ അപക്ഷപാതിത്വാത് അവിദ്വാൻ ഗച്ഛതി ന ഗച്ഛതി ഇതി ദ്വിതീയഃ. ഇനി ബ്രഹ്മത്തിന് പക്ഷപാതമില്ലാത്തത് കൊണ്ട് അവിദ്വാൻ പരമാത്മാവിനെ പ്രാപിക്കുകയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ അനുപ്രശ്നം. ബ്രഹ്മം രണ്ടുപേർക്കും തുല്യമായതുകൊണ്ട് അവിദ്വാൻ എന്ന പോലെ വിദ്വാനും ഗമനമില്ല എന്ന് ആശങ്കിച്ചുകൊണ്ട് വിദ്വാൻ ബ്രഹ്മത്തെ പ്രാപിക്കുമോ ഇല്ലയോ എന്നും മൂന്നാമത്തെ പ്രശ്നം.
ഇങ്ങനെ ചോദ്യങ്ങൾ വരും. ഏതേഷാം പ്രതിപദനാർത്ഥം ഉത്തരഗ്രന്ഥ ആരഭ്യത്തെ തത്ര അസ്തിത്വമേവ താവതുച്യത്തെ യഥോക്തം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന്. ഇവയ്ക്കെല്ലാം ഉത്തരം പറയാനായി അടുത്ത പങ്ക്തി ആരംഭിക്കുകയാണ്. എന്താ? തത്ര അസ്തിത്വമേവ താവതുച്യത്തെ യഥോക്തം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇതി തത്ര ച കഥം സത്യമിത്യേതത് വക്തവ്യമിതി ഇദമുച്യത്തെ സത്വോക്തിയൈവ സത്യത്വമുച്യത്തെ. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് നാം നേരത്തെ മനസ്സിലാക്കി. അതിനൊരു സ്വരൂപ ലക്ഷണം പറഞ്ഞു. വാസ്തവത്തിൽ ലക്ഷണാതീതമാണ്. പക്ഷെ നമ്മുടെ വ്യവഹാരങ്ങളെല്ലാം ലക്ഷണങ്ങൾക്ക് ഉൾപ്പെട്ടതായതുകൊണ്ട് നാം അതിനെ അങ്ങനെ സത്യം ജ്ഞാനം അനന്തം എന്ന് നാം മനസ്സിലാക്കുന്നു. ഇനി തത്ര ച കഥം സത്യമിത്യേതത് വക്തവ്യം. എങ്ങനെയാണ് സത്യം ഉള്ളതാണെന്ന് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് ചോദിച്ചാൽ സദേവ സത്യം, ത്വമിഹി സദേവ സത്യം. സത് എന്ന് പറഞ്ഞാൽ അതാണ് സത്യം, സദ്വസ്തു. അതിനെയാണ് നാം സത്യം, തസ്യ ഭാവഃ സത്യം എന്ന്. ഈ ഗ്രന്ഥത്തിന് ഇങ്ങനെയാണ് അർത്ഥം എന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഇതിലെ ശബ്ദങ്ങളെല്ലാം അർത്ഥത്തിന് അനുസരിച്ച് ഉണ്ട് എന്നൊരു ഉത്തരം പറയാം. തസ്മാത് സത്വോക്തിയൈവ സത്യത്വം ഉച്യത്തെ. കഥം ഏവമർത്ഥതയാ അവഗമ്യത്തെ അസ്യ ഗ്രന്ഥസ്യ ശബ്ദാനുഗമാത്. അനൈനൈവ ഹി അർത്ഥേന അന്വിതാനി ഉത്തരവാക്യാനി. പിന്നീട് വരുന്ന വാക്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നവയാണ്. തത് സത്യമിത്യാചക്ഷത്തെ, തത് സത്യമിത്യാചക്ഷത്തെ എന്ന് പറയുന്നു. യഥേഷ ആകാശോ ആനന്ദോ ന സ്യാത് എന്ന് പിന്നീട് വരുന്ന വാക്യങ്ങളെല്ലാം തന്നെ ഈ അർത്ഥത്തോടെ ബന്ധമുള്ളവയാണ്, അന്വയമുള്ളവയാണ് എന്ന് കിട്ടുന്നു. തത്ര അസതേവ ബ്രഹ്മ ഇത്യാശങ്കത്തെ തസ്മാത് യദസ്തി തദ് വിശേഷതോ ഗൃഹ്യത്തെ യഥാ ഗടാദി യന്നാസ്തി തന്ന ഉപലഭ്യത്തെ യഥാ ശശവിഷാണാദി തഥാ നോപലഭ്യത്തെ ബ്രഹ്മ തസ്മാത് വിശേഷതഃ അഗ്രഹണാത് നാസ്തി. ശരി, ഉപനിഷത്ത് പറഞ്ഞു. എങ്ങനെ? തത് സത്യം ഇത്യാചക്ഷത്തെ എന്നൊക്കെ ഉപനിഷത്തിൽ പറഞ്ഞു, സമ്മതിച്ചു. പക്ഷേ അസത് ബ്രഹ്മ എന്നുള്ളതും ഈക്വലി സ്ട്രോങ്, ഈക്വലി പവർഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണല്ലോ. ബ്രഹ്മം അസത്ത് തന്നെയാണ്, ബ്രഹ്മം ഇല്ല, അസത്ത് തന്നെയാണ് എന്നതിൽ ആശങ്കയുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ അതും വിശദീകരിക്കുകയാണ്. യദസ്തി തദ് വിശേഷത്തോ ഗൃഹ്യത്തെ. ഒരു വസ്തു ഉണ്ടെങ്കിൽ ഘടം മുതലായവനെ പോലെ നമുക്ക് വിശേഷ രൂപത്തിൽ ഗ്രഹിക്കാം. ഘടഃ അസ്തി, പർവ്വതഃ അസ്തി, ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്. അസ്തിത്വം ഇവയ്ക്കെല്ലാം സാധ്യമാകുന്നു, ഇവയ്ക്കെല്ലാം യോജിച്ചതാകുന്നു. അങ്ങനെ ബ്രഹ്മത്തെ അറിയുന്നുണ്ടോ? യദസ്തി തദ് വിശേഷത്തോ ഗൃഹ്യത്തെ യഥാ ഘടാദി. ഘടം മുതലായ ലോകത്തിൽ ഘടം, പടം മുതൽ എല്ലാ വസ്തുക്കളും അനുഭവ വിഷയമാകുന്നുണ്ടെങ്കിൽ അവ അസ്തി എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ബ്രഹ്മം അങ്ങനെയല്ല, അനുഭവ വിഷയമാകുന്നതല്ല. തന്നാസ്തി. എങ്ങനെ? തന്നോപലഭ്യത്തെ യഥാ ശശവിഷാണാദി. എങ്ങനെയെന്ന് ചോദിച്ചാൽ ശശവിഷാണം പോലെ, മുയൽ കൊമ്പ് പോലെ. മുയലിന് കൊമ്പില്ല. മുയൽ കൊമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മുയൽ കൊമ്പ് എന്ന് പറഞ്ഞ വസ്തു ഇല്ല. അപ്പൊ അതിന് അസ്തിത്വമില്ലാത്തത് കൊണ്ട് ശശവിഷാണോ നാസ്തി എന്ന് പറയാം. തഥാ നോപലഭ്യത്തെ ബ്രഹ്മ. അപ്പോ ഘടം മുതലായവയെ പോലെ കാണപ്പെടാത്തത് കൊണ്ട് ശശവിഷാണത്തെ പോലെ അഗ്രഹണം ഇല്ലാത്തത് കൊണ്ട് തന്നാസ്തി, ബ്രഹ്മമില്ല എന്നൊരു ശങ്ക, നാസ്തികന്റെ ശങ്ക. അതിന് സമാധാനം തന്ന ആകാശാദി കാരണത്വാത് ബ്രഹ്മണഃ ന നാസ്തി ബ്രഹ്മ. ആകാശാദി കാരണത്വാത് ഈ ആശങ്ക ശരിയല്ല. നാസ്തികന്റെ ഈ ആശങ്ക, ബ്രഹ്മമില്ലെന്ന് പറയുന്നവന്റെ ആശങ്ക ശരിയല്ല. എന്തെന്നാൽ ബ്രഹ്മം ആകാശാദി കാരണമാകുന്നു എന്ന് തുടർന്ന് ഈ ചർച്ച മുന്നോട്ട് പോവുകയാണ്. വളരെ സൂക്ഷ്മമായ നാം ഗ്രഹിക്കേണ്ട പല അംശങ്ങളും ഇതിലുണ്ട്. അതിലെ ഈ ശാസ്ത്രീയമായ വ്യവഹാരങ്ങൾ കുറച്ചു മാറ്റി വെച്ചുകൊണ്ട്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഗങ്ങൾ നാം വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടതുമാകുന്നു. ഇവിടെ ശാസ്ത്രീയം എന്ന് ഞാൻ പറയുന്നത് ആ താർക്കികം തർക്ക വിതർക്കങ്ങളിൽ ഉൾപ്പെടാതെ നാം പങ്ക്തിയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇനി ഇന്നത്തെ ഈ സത്സംഗം ഇതോടുകൂടി സമാപിക്കുന്നു. ഇനി നമുക്ക് നാളെ വൈകുന്നേരം കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.